വ്യക്തിപരമായ ഒരു അന്വേഷണം കൂടെ അതിനകത്ത് നടന്നിട്ടില്ല. ഇപ്പോൾ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ അടുത്ത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനാണ് അതിനകത്തുള്ളൊരു സംഗതി എന്ന് പറയുന്നത് തന്നെ. അപ്പം ഇതെങ്ങനെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളത് നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്യണ്ടേ ആ സമയത്ത് തന്നെ? സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല എങ്കിൽ പോലും നമ്മളത് പഠിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൂടെ പോകില്ലേ? ആ മനസ്സിലാക്കലുകളും ഇത് എഫക്റ്റീവ് ആവുന്നു എന്നൊക്കെ തോന്നിയത് എപ്പോഴാണ്? ഈ പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടോ? നേരിട്ട് ആ റെസ്പോൺസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അതെങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് ഞാനൊരു 5 വർഷം ഫിലോസഫി പഠിച്ചൊരു വിദ്യാർത്ഥിനിയാണ്. ഞാൻ ജെൻഡറിനെ അത്തരത്തിൽ പഠിച്ചിട്ടുണ്ട്. സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിലും ജെൻഡറിനെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജെൻഡറിനെ പറ്റി തെറ്റില്ലാത്തൊരു ധാരണ എനിക്കുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വളരെ വെൽക്കമിങ് ആയിട്ടുള്ളൊരു സ്പേസിൽ നമ്മുടെ സെറ്റിലും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പലതരത്തിൽ സംസാരിക്കാൻ പറ്റുക, അല്ലെങ്കിൽ യാതൊരു തരം ഹൈറാർക്കിക്കൽ പ്രശ്നങ്ങളോ ഈഗോയോ ഇല്ലാതെ നമുക്ക് ഇന്ന ഡയലോഗിൽ ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിക്കുമ്പം അക്സെപ്റ്റ് ചെയ്യുന്ന അത്രയും രസകരമായിട്ടുള്ള സ്പേസ് അതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ എത്ര അതിനെപ്പറ്റി അറിഞ്ഞു എന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് ഇതുപോലത്തെ ചെറിയ ഇപ്പം ജെൻഡർ എന്ന് പറയുന്നതിന് പകരം എന്താ പറയാൻ പറ്റുക എന്നുള്ളതൊക്കെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മുടെ ഒരു അക്കാഡമിക് സ്പേസിലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലോ അതൊരു ക്വസ്റ്റ്യനേ ആയിരുന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എന്നെ സംബന്ധിച്ച് അപ്പോൾ ഉണ്ടായ സീരിയൽ കൊണ്ടുണ്ടായ പഠനങ്ങളാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് അപ്പം ട്രാൻസ്മാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ അടുത്ത് ഏറ്റവും സാധാരണമായിട്ടുള്ള ഭാഷയിൽ ഇങ്ങനെയാണ് ട്രാൻസ്മാൻ ആയിട്ടുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് അവരുടെ ചിന്തകൾ ഉണ്ടാവുക, ഇതാണ് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ ജാർഗൺസ് ഇല്ലാതെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആ സമയത്ത് എനിക്കുണ്ടായ ഭയങ്കര നല്ലൊരു വളർച്ചയാണ്, എൻ്റെ ഒരു അറിവ് എന്നുള്ള രീതിയിൽ. പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുള്ളത് പല സ്ഥലത്തും പോകുമ്പം ഇന്ന റോള് ചെയ്യുന്ന ആളാണല്ലേ എന്ന് പറഞ്ഞ് ട്രാൻസ്മാൻ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ട്രാൻസ് വുമൺ ആയിട്ടുള്ള ആളുകൾ ഭയങ്കര സന്തോഷത്തോടെ വന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഈ സീരിയൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആൻസൈറ്റി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് നല്ല പൊളിറ്റിക്കൽ സ്പേസിൽ നിൽക്കുന്ന സുഹൃത്തുക്കളുള്ളത് കൊണ്ടും ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള സുഹൃത്തുക്കളുള്ളത് ഇവരിതിന് ഏത് തരത്തിലായിരിക്കും ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതിനകത്ത് തെറ്റുകൾ വരുമോ എന്നുള്ളൊരു ഓവർ ആൻസൈറ്റി എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആൻസൈറ്റി ഞാൻ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു എല്ലാവരിലോട്ടും. അതുവരെ പരിചയമില്ലാത്ത ആളുകൾ വന്ന് സംസാരിക്കുകയും നമ്മൾ കാണാറുണ്ട്, നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനെ ഒരു സീരിയൽ വന്നത് എന്ന് ജെനുവിനായിട്ട് പറഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു റിവീലേഷൻ പോലെ, ഓക്കെ അപ്പോൾ ആക്ച്വലി ഇത് സംഭവിക്കുന്നത് നല്ലതാണല്ലേ. ഇപ്പോൾ വീടുകളിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയുടെ അമ്മയൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും ആ കുട്ടി ട്രാൻസ്മാൻ ആണ്, അപ്പം ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ജെന്യുവനായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരു പ്രേക്ഷകരിൽ നിന്ന് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് കിട്ടുക, അതുകൊണ്ട് ഒരാളുടെ ലൈഫിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ അവാർഡ് കിട്ടുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വലുത് എന്ന് പറയുന്ന രീതിയിൽ സന്തോഷമുള്ള കാര്യമാണ്. അതിനേക്കാളും വലുതാണ്. കാരണം അക്കാഡമിക് തലത്തിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയത്തെ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഈ കല ചെയ്യുന്ന ഏറ്റവും വലിയൊരു നല്ല പരിപാടിയാണ്. അപ്പം ആദ്യം അവാർഡിൻ്റെ കാര്യം ചോദിച്ച പോലെ തന്നെ എല്ലാ ദിവസവും കാണാൻ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആളെ എല്ലാ ദിവസവും നമ്മുടെ വൈകുന്നേരങ്ങളിൽ കുടുംബത്തിലുള്ള ഒരാളെ പോലെയുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് സീരിയലിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വെരി ഗുഡ് സെൻസ്. ഇപ്പോൾ ഒരു സിനിമയിലാണെങ്കിൽ നമ്മൾ ഒരു തവണ കണ്ടിട്ട് അതൊരു കുറച്ച് സമയത്തെ ഫോർമാറ്റ് ആണല്ലോ. അതിൽ നിന്നും 2 വർഷമുള്ള ഒരു സീരിയൽ എന്ന് പറയുമ്പോൾ 2 വർഷത്തെ നമ്മുടെ പ്രോസസ്സിൽ ഈ സീരിയൽ ഒരു ഭാഗമാണ് എന്നെനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് അത് സംഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതിനകത്ത് തന്നെ ശീതൽ ശ്യാമിനെ പോലെയുള്ള ശരിക്കുള്ള ആക്ടിവിസ്റ്റുകളും പങ്കെടുത്തിട്ടുണ്ടല്ലേ? ആരൊക്കെയാണ് വേറെ വന്നിട്ടുള്ളതിനകത്ത്? ശീതൽ ശ്യാം ഒരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. ശ്രീമയി ഒരു ത്രൂ ഔട്ട് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു സപ്പോർട്ടിങ് റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും സന്തോഷമായിട്ട് വന്നത് എൻ്റെ കാമുകിയായി കാജൽ CS എന്ന് പറയുന്ന ട്രാൻസ് വുമൺ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. നമ്മൾ ശരിക്കും ട്രാൻസ് വുമൺ ആയിട്ടുള്ള വിളക്കെടുത്ത സമയത്ത് വാർത്തയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാസ്റ്റ് ചെയ്യുന്നു, നമ്മൾ അത്തരത്തിൽ അതിനെ വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് സ്പേസ് ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ അവരെ സംബന്ധിച്ച് അവർ നന്നായിട്ട് നമ്മുടെ അടുത്ത് ഒരു കോൺവെർസേഷൻ ഉണ്ടാകുമല്ലോ. എസ്പെഷ്യലി കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ നമ്മുടെ ഭാഗമാകുമ്പോൾ അതിനകത്തുള്ള തെറ്റുകൾ തിരുത്താനും അതിനകത്ത് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്പേസ് ആക്കാനൊക്കെ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിഷ എന്ന് പറഞ്ഞൊരു ട്രാൻസ് വുമൺ വർക്ക് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ അതിൻ്റെ ഒരു ലക്ഷ്യം അതിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്പേസിലും പ്രതിഫലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. ഈ ശരിക്കും എങ്ങനെയാണ് ഇതിനകത്തേക്ക് സീരിയലിലേക്ക് വന്നത്? ഇപ്പോൾ 29 വയസ്സായെന്ന് പറഞ്ഞു. അപ്പം ഈ പ്രായത്തിനിടയ്ക്ക് അഭിനയത്തിന്റെ ഒരു സാധ്യതയെ നോക്കാതെ എങ്ങനെയാണ് സീരിയലിൽ പെട്ടെന്ന് വന്ന് കയറുന്നത്? വളരെ വളരെ അപ്രതീക്ഷിതമായി വന്നതാണ്. ഞാൻ പണ്ടൊരു കുറച്ചുകൂടി ചെറുതായിരുന്ന സമയത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഓഡീഷന് പോയിട്ടുണ്ട്. ഓഡീഷൻ ഇതുപോലെ റാൻഡമായിട്ട് വിളിച്ച് പോയതാണ്. അപ്പോൾ അന്ന് എനിക്ക് പറയുന്ന പോലെ ക്യാമറയിൽ നോക്കിയാണ് നമ്മൾ ഡയലോഗ് പറയുന്നത്. അല്ല, ഒരു സിനിമയുടെ ഓഡീഷനാണ്. അത് ഞാൻ അഭിനയിക്കണം എന്ന് വിചാരിച്ചിട്ട് പോയതൊന്നുമല്ല. റാൻഡമായിട്ട് ഒരാൾ വിളിച്ച് ഓഡീഷൻ ഉണ്ട്, നിങ്ങളുടെ രൂപം കണ്ടിട്ട് ഒരു കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപമാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പോയതാണ്, ഒരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടുക്കിയാണ് എൻ്റെ സ്ഥലം.
യാതൊരു തരത്തിലും ഒരു ക്യാമറ സ്പേസിനോട് എക്സ്പോഷർ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അത് ഇടുക്കി എന്നുള്ള രീതിയിലല്ല, മൊത്തത്തിൽ നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലൊന്നും അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ക്യാമറയെ നോക്കി ഒരു ഡയലോഗ് പറയണം അല്ലെങ്കിൽ ഒരു പോയിന്റ് തന്നാൽ അവിടെ നിന്ന് പറയണം എന്നുള്ളൊരു അറിവ് പോലും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെയാണ് ഞാൻ ഓഡീഷന് പോകുന്നത്. അപ്പോൾ ഓഡീഷന് പോകുന്ന സമയത്ത് ആദ്യം അവർ എനിക്കൊരു ഡയലോഗ് തന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കഥയൊക്കെ വായിക്കുകയും റീഡ് അലൗഡ് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് വോയിസ് മോഡുലേഷൻ, ഡയലോഗ് പറയുക, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വലിയ ടെൻഷനില്ല. അപ്പം ഡയലോഗ് തന്നു, പറഞ്ഞു. രണ്ടാമത് അവർ എനിക്കൊരു സിറ്റുവേഷൻ തന്നു. നമ്മളിപ്പോൾ വീട്ടിലോട്ട് കയറി വരികയാണ്. അപ്പോൾ നമ്മുടെ അമ്മ മരിച്ചു കിടക്കുന്നത് നമ്മളപ്പോൾ അറിയുകയാണ്. ഈ സിറ്റുവേഷൻ ഒന്ന് അഭിനയിച്ച് കാണിക്കാമോ എന്ന് ചോദിച്ചു. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കിംഗ്, ആൻഷ്യസ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അതെങ്ങനെ അങ്ങനെ അഭിനയിക്കുന്നത്? അപ്പോൾ ഡയലോഗ് തന്നാൽ പറയുക എന്നുള്ള സാധനം ഓക്കെയാണ്, അത് വളരെ ഈസിയായി നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു സാഹചര്യം ഇംപ്രവൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണെന്ന് കേൾക്കുന്നത് പോലും. അപ്പോൾ എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന്, അപ്പം അത്രയും കാലം കുറച്ചൊക്കെ എനിക്ക് ഇച്ചിരി അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്ന് സ്വന്തമായിട്ട് സിനിമയൊക്കെ കാണുന്നത് കൊണ്ട് അങ്ങനെ വിചാരിച്ചിരുന്ന ഒരാളാണ്. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്നിട്ട് കുറച്ച് അഭിനയിച്ചൊക്കെ നോക്കി എങ്ങനെയുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ എൻ്റെ മുഖത്ത് വരുന്നു എന്ന് വിചാരിക്കുന്ന എക്സ്പ്രഷൻസ് ഒന്നും എൻ്റെ മുഖത്ത് വരുന്നില്ല എന്ന്. അത് ഭയങ്കര ഒരു ഷോക്കിംഗ് മൊമെന്റ് ആയിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ തീരുമാനിച്ചു എനിക്കപ്പോൾ സത്യത്തിൽ അഭിനയിക്കാൻ വലിയ കഴിവൊന്നും ഇല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നി. പിന്നെ എനിക്ക് ആവശ്യത്തിലധികം പെർഫെക്ഷനിസത്തിൻ്റെയും പ്രശ്നമുള്ള ആളാണ്, ഭയങ്കര സെൽഫ് ക്രിറ്റിസിസം ഉള്ള ആളാണ്. അതിനുശേഷം വേറെ എനിക്ക് സിനിമയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, അവരൊക്കെ ചെറിയ ചെറിയ റോളുകൾക്കൊക്കെ വിളിക്കും. അപ്പോൾ എൻ്റെ ഈ ആൻസൈറ്റി കാരണം ഞാൻ അതിപ്പോൾ സമയമില്ല അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാറുണ്ട്. അങ്ങനെ എനിക്ക് ഒരു കോഴ്സ് പഠിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള സമയത്ത് ഇങ്ങനൊരു, അപ്പം എനിക്ക് ഹെയർ ഇല്ല, ആക്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാശ് മുടക്കുള്ള ഒരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ നമ്മുടെ ഇപ്പം അഭിമാനമായിട്ട് നിൽക്കുന്ന ദിവ്യപ്രഭ എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പോൾ ദിവ്യ ഇതുപോലൊരു, ഇപ്പം എനിക്ക് ഹെയർ ഇല്ലായിരുന്നു, അപ്പോൾ ഹെയർ ഇല്ലാത്തൊരു കാസ്റ്റിംഗാണ് നോക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇന്ന സാധനത്തിലോട്ട് സജസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ദിവ്യപ്രഭ വഴിയാണ് ആദ്യമായിട്ട് ഞാൻ ഈ സീരിയലിൻ്റെ കാസ്റ്റിംഗ് സെറ്റിപ്പിലോട്ട് വരുന്നത്. അപ്പോൾ ആ സമയത്ത് പക്ഷേ വേറൊരു ടീമായിരുന്നു ആ സമയത്ത് ആ സീരിയൽ. ഇത് കോവിഡിനൊക്കെ മുന്നേ നമ്മൾ ആദ്യം തുടങ്ങാനിരുന്നൊരു സീരിയലാണ്, സെയിം കഥയും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ സീരിയലിലോട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കഥ ആദ്യം എൻ്റെ അടുത്ത് 1 ലൈനൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര അത് കൊള്ളാമല്ലോ ശരിക്കും, കാരണം ഞാൻ അന്ന് വരെ കണ്ടിട്ടുള്ള സീരിയലുകൾ അങ്ങനെ അല്ല. ഭയങ്കര രസമായിട്ടുള്ളൊരു 1 ലൈനാണ്. എൻ്റെ അടുത്ത് നരേറ്റ് ചെയ്തതും നല്ലതായിരുന്നു. എനിക്കിത് ഭയങ്കര ഒരു ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുമല്ലോ ചില മൊമെൻറ്റുകളിൽ. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ചെയ്യാം, അപ്പോൾ അത് വളരെ ചെറിയൊരു 150 എപ്പിസോഡിലൊക്കെ തീർക്കുന്ന ഒരു വർക്കായിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നീട് വേറെ ചില കാരണങ്ങളൊക്കെ കാരണം ആ സീരിയൽ മൊത്തത്തിൽ ഡ്രോപ്പായി. ആ സമയത്താണ് കോവിഡ് വരുന്നത്. അങ്ങനെ ഉള്ള ജോലിയും പോയി. അപ്പോൾ സീരിയലിൽ പോകാമെന്ന് വിചാരിക്കുന്നത് കൊണ്ട് വേറെ ജോലിക്ക് ഒന്നും അപ്ലൈയും ചെയ്തില്ല. അങ്ങനെ ആകെ സാമ്പത്തികമായിട്ടും മൊത്തത്തിൽ ഒരു പ്രശ്നത്തിലിരുന്ന് കോവിഡ് കാലഘട്ടമൊക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അതൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് രണ്ടാമത് ഈ സീരിയൽ പ്രോജക്റ്റ് ഓൺ ആവുകയും അമൃത TV തന്നെ നമുക്കത് എന്തായാലും ചെയ്യണം എന്നുള്ള രീതിയിൽ എന്നെ തന്നെ വിളിക്കുകയും ചെയ്യണം, നമുക്ക് തന്നെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുറച്ച് നാളത്തെ പ്രോസസ്സിന് ശേഷം ഇറ്റ് ഇസ് ഡെസ്റ്റൈൻഡ് ഫോർ യു എന്ന് പറയുന്ന പോലെ അങ്ങനെ തിരിച്ചു വന്നൊരു പ്രോജക്റ്റാണ്. അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ആദ്യമൊക്കെ പറയുന്ന പോലെ എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്നുള്ളതിൽ എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ടാണ്. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിക്കും, ഞാൻ അഭിനയിച്ചത് ശരിയായോ, അങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പിന്നെ ഓവർ ദ ടൈം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റുകളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ വളരെ ആക്സിഡൻ്റലി ഒരു നല്ല ലക്കോ അല്ലെങ്കിൽ വിധിയൊക്കെ പോലെ വന്നിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ആക്ടിങ് എന്നുള്ളത്. ഈ മൊത്തം 5 അവാർഡ് കിട്ടിയല്ലേ ഈ സീരിയലിന്? ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സിനെയും അവാർഡുകളെ കുറിച്ച് കൂടെ പറയൂ. ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ് ഈ പറയുന്ന പോലെ 2 വർഷമാണെന്ന് എനിക്ക് തോന്നുന്നു. 2 വർഷത്തിന് ശേഷം നിലവാരമുള്ള സീരിയലാണ് എന്ന് തന്നെ കമൻറ്റ് പറഞ്ഞ് നമുക്ക് ബെസ്റ്റ് സീരിയലിനുള്ള അവാർഡ്, ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള അവാർഡ്, ബെസ്റ്റ് സ്റ്റോറിക്കുള്ള അവാർഡ്, ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ്, ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ്. എൻ്റെ വോയിസ് ഡബ് ചെയ്തിരിക്കുന്ന പാർവതി എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ് ബെസ്റ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള അവാർഡ് കിട്ടിയത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ ആയതുകൊണ്ട് തന്നെ ഈ വോയിസ് കുറച്ചൊരു ട്രിക്കിയാണ് അതിനകത്ത്. നമ്മളല്ലാതെ പറയുന്ന പോലെ തന്നെ വോയിസിനൊരു വ്യത്യാസം വരണമല്ലോ ഓവർ ദ ടൈം. അത് ഈ പറയുന്ന പോലെ രസമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ച് നല്ല ഓപ്പർച്യൂണിറ്റിയും നല്ല ചലഞ്ചും ആയിരുന്നു. അപ്പോഴാണല്ലോ അതൊരു എന്താ പറയുക റെക്കഗ്നൈസബിൾ വർക്കാവുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ സീരിയലിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഈ സ്റ്റേറ്റ് അവാർഡിന്. അതും സ്റ്റേറ്റ് അവാർഡ് കിട്ടി എന്നുള്ളത് ഭയങ്കര അഭിമാനിക്കാൻ പറ്റുന്ന മൊമെൻ്റാണ്. തീർച്ചയായിട്ടും. ഇതുകൊണ്ട് തന്നെ റിയ സിനിമയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. 19 വയസ്സായെന്ന് പറയുമ്പോൾ നോർമലി ഒരു ചോദ്യം ഉണ്ടാവും, എന്തേ കല്യാണം കഴിക്കാത്തതെന്ന് ചോദിക്കും, അതായിരിക്കും ഇഷ്ടം എന്നൊക്കെ വിചാരിക്കും. എന്താ ആക്ച്വലി പഠിത്തത്തിൻ്റെ ഇടയിൽ വിട്ടുപോയതാണോ? സീരിയലിൻ്റെ ഇടയിൽ, സീരിയൽ തന്നെ 2 വർഷമായിട്ടുണ്ടാവുമല്ലോ. സീരിയൽ 2 വർഷമായി, പക്ഷേ സീരിയലും പഠിത്തവും കല്യാണവും ഒക്കെ കൂട്ടിയോജിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ
അഭിപ്രായം. കല്യാണം കഴിക്കാൻ പറ്റിയ ആളെ കിട്ടുമ്പോൾ കല്യാണം കഴിക്കണമെന്നും ഫാമിലി ഉണ്ടാവണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഏതെങ്കിലും ഒരാളെ കല്യാണം കഴിക്കുക എന്നുള്ളതിനേക്കാളും സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന നല്ല കോംപ്ലിമെന്റിങ് ആയിട്ടുള്ള ആള് കല്യാണം കഴിക്കുക എന്നുള്ളതാണ് ആഗ്രഹം. അതുകൊണ്ട് അത് ഇതുവരെ വരാത്തതുകൊണ്ട് കല്യാണം കഴിക്കാതെ ഇങ്ങനെ പോകുന്നു. ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് കടന്നുപോയ ബ്രേക്കപ്പുകൾ 5 എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ ഊഹം എത്ര ശരിയായിരുന്നു ഒന്ന്. നിങ്ങൾ ഊഹിക്കുന്നതിൽ വളരെ പ്രാഗൽഭ്യമുള്ള ഒരാളാണ് ഞാൻ. മിടുക്കനാണ്. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു സുഹൃത്തായിട്ടുള്ള സീരിയൽ ആർട്ടിസ്റ്റ് ഇപ്പൊ ചെയ്യുന്നില്ല സീരിയല്, ഞാൻ ചോദിച്ചു ആ ബ്രേക്കപ്പിന്റെ കാര്യം എന്താ എന്നോട് പറയാത്തെന്ന് ചോദിച്ചു. അപ്പം അവളും അമ്മയും കൂടെ എന്നെ നോക്കി. അത് രനീഷ് ചേട്ടൻ എങ്ങനെ അറിഞ്ഞു? അപ്പൊ എന്റെ അടുത്തിരുന്ന ശരത്ത് ക്യാമറമാൻ പറഞ്ഞു ഇത് ഇയാളെ തള്ളിയതല്ലേ എന്ന് ചോദിച്ചു. തള്ളിയത് കറക്റ്റ് ആയിരുന്നു. എന്റെ ബ്രേക്കപ്പ് സ്റ്റോറി അങ്ങനെ വലിയ രഹസ്യമായിട്ടുള്ള സ്റ്റോറി ഒന്നുമല്ല. എന്റെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിയും രഹസ്യമായിട്ടുള്ള സ്റ്റോറിയല്ല. ഒരു വലിയ ബ്രേക്കപ്പ് നടന്നത് സീരിയലിന്റെ ഇടയിൽ തന്നെയാണ്. അത് സീരിയലിനെയും എന്നെയും എല്ലാവരെയും മൊത്തത്തിൽ ബാധിച്ചൊരു ബ്രേക്കപ്പാണ്. കാരണം പ്രേമനൈരാശ്യത്തിലായതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രി കരഞ്ഞ് രാവിലെ എനർജി ഇല്ലാതെ എന്താ ചെയ്യണ്ടേ, എന്താ ഇന്നത്തെ ഷോട്ട് എന്ന് ചോദിച്ചു വരുന്ന ഒരു മാസത്തോളം കാലയളവ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ പ്രേമനൈരാശ്യം എന്ന് പറഞ്ഞപ്പോൾ ആരുടെയും കുറ്റം കൊണ്ടുള്ള അങ്ങനത്തെ പ്രേമനൈരാശ്യമൊന്നുമല്ല. സാഹചര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ രണ്ടുപേരും പിരിയുന്നു. ആ പിരിയൽ എനിക്ക് ഭയങ്കര അസഹിഷ്ണുവുമായിരുന്നു. അപ്പോൾ സീരിയലിൻ്റെ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അഭിനയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ ബോഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ബോഡിയാണല്ലോ അതിനകത്തൊരു ഏറ്റവും വലിയ ഭാഗം വഹിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും കരഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖമൊക്കെ നല്ല വീർത്തിരിക്കും. പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് ഡിപ്രഷനിൽ കൂടെയൊക്കെ പോയതുകൊണ്ട് അതിൻ്റെ മരുന്നുകളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത റോളിനെ എൻ്റെ ശരീരം അങ്ങനെ സൂക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ശരീരത്തിൽ നമ്മുടെ രോമം റിമൂവ് ചെയ്യാതിരിക്കുക, ഹെയർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, തടി വരാതിരിക്കുക. എസ്പെഷ്യലി നമ്മൾ സർജറി കഴിഞ്ഞ പോർഷൻസ് ഒക്കെ കാണിക്കുമ്പം ആൺ ശരീരം കാണിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ആണല്ലോ. അപ്പോൾ നമ്മൾ ചെസ്റ്റൊക്കെ ബൈൻഡ് ചെയ്തിട്ടാണ് അത് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡിപ്രഷനുള്ള കുറച്ച് മരുന്നുകളൊക്കെ കഴിച്ചപ്പോൾ തടി കൂടുന്ന പോലത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒന്നും പറയാനും പറ്റില്ല, ഒരാളൊരു അവസ്ഥയിൽ കൂടെ കടന്നു പോവാണല്ലോ. പക്ഷെ വളരെ രസമായിട്ട് തന്നെ കൂടെയുള്ള ആൾക്കാർ ഏറ്റവും മനുഷ്യത്വപരമായിട്ട് എൻ്റെ അടുത്ത് ആ സമയത്ത് പെരുമാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭാഗ്യത്തിനാണ് എന്തോ ആ സമയത്ത് കഥാപാത്രവും വളരെ ഡിപ്രസിംഗ് ആയിട്ടുള്ളൊരു ഫേസിൽ കൂടെ കടന്നു പോകുമായിരുന്നു. അപ്പം മറ്റേ രോഗിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്ന പോലെ പ്രേമനൈരാശ്യം നന്നായിട്ട് തന്നെ സീരിയലിന് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുപറ്റി അത്രയും വലിയ ബ്രേക്കപ്പ് വരാൻ റീസൺ? ഒന്ന് പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെറിയ ആൽക്കഹോളിസം പ്രശ്നം ഉണ്ടായിരുന്നു എനിക്കല്ല, എൻ്റെ പാർട്ട്ണർക്ക്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ വഴക്കുകളുണ്ടായിരുന്നു. കുറച്ചൊരു അബ്യൂസീവ് രീതിയിലോട്ടൊക്കെ വന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള വളരെ ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു ബ്രേക്കപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുത്തു അതിൽ നിന്നൊന്ന് ശരിയായിട്ടൊക്കെ ഒന്ന് വരാൻ. ശരിയായി എന്ന് പറയാൻ വേണമെങ്കിൽ. അടുത്ത നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാവട്ടെ. അതെ അതെ. അപ്പോൾ സിനിമയിൽ അവസരങ്ങൾ ഉണ്ടാവട്ടെ, സീരിയലിലും തുടർന്ന് നല്ല അവസരങ്ങൾ, നല്ല സീരിയലിലൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ പ്രൊഫഷനിലും ഡിഗ്രിയിലും ഒക്കെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസമൊക്കെ നേടി നിങ്ങളുടെ സൈക്കോളജി പ്രൊഫഷനും കൂടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ബാക്കി വീട്ടിലെ ആൾക്കാരെയൊക്കെ തിരക്കിയതായിട്ട് പറയുക. എല്ലാവരും തിരക്കിയെന്ന് പറയാം. അപ്പോൾ അങ്ങനെ സന്തോഷമായിട്ട് മുന്നോട്ട് പോവാം. നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി.